കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ റോഡ് ഉപരോധിച്ച UDYF പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ സംഘർഷവുമുണ്ടായി. നന്ദഗോപാൽ പേരാമ്പ്രയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഇന്ന് ഓടുന്ന ബസ്സുകൾ തടയുമെന്ന് നേരത്തെ തന്നെ പ്രതിഷേധക്കാർ അറിയിച്ചതാണ്. സംഘർഷഭരിതമായ സാഹചര്യമാണോ? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ കുറ്റ്യാടി പേരാമ്പ്ര റോഡിൽ തുടരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇവിടെ സ്വകാര്യ ബസ്സുകൾ, പ്രത്യേകിച്ചും ഈ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ ഇതുവഴി ഓടാൻ അനുവദിക്കില്ല എന്ന് DYFIയും UDYFും ഒക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ വഴിയിൽ സർവീസ് നടത്തേണ്ടതില്ല എന്ന് സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിക്കുകയായിരുന്നു. അതിന് പിന്നാലെ UDYF പ്രവർത്തകർ ഇവിടെ റോഡ് ഉപരോധിച്ചു. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വഴിയിൽ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ബസ്സുകളുടെ മത്സരയോട്ടവും അമിത വേഗതവും കാരണം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിരവധി ആളുകൾക്ക് വലിയ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അതിന്റെ ഭാഗമായാണ് ഇവർ ഈ റോഡ് ഉപരോധിക്കുകയും ചെയ്തത്. പക്ഷേ പോലീസ് പിന്നീട് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇതിനിടെ ഈ പ്രവർത്തകരെ ഒരു സ്വകാര്യ ബസ്സിലേക്ക് കയറ്റാൻ പോലീസ് ശ്രമിച്ചു. ഇതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. പിന്നീട് മറ്റു ചില പ്രവർത്തകരെത്തി ബസ്സിൽ നിന്നും ഈ പോലീസ് ബസ്സിലേക്ക് കയറ്റിയ പ്രവർത്തകരെ ബലമായി പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ പ്രതിഷേധക്കാർ കൂടെ ചേരുന്നുണ്ട്. എന്താണ് നേരത്തെ സംഭവിച്ചത്? ഇവിടെ പോലീസ് യാതൊരു തരത്തിലുള്ള പരിശോധനയും നടത്താതാണ് ഈ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ ബസ്സുകളെ സർവീസ് നടത്താൻ അനുവദിക്കുന്നത്. ഈ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ മുതലാളിമാരിൽ നിന്നും കരിക്കാംകുളത്ത് ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നും 10,000 രൂപ എല്ലാ മാസങ്ങളും കോഴപ്പണം വാങ്ങുന്നത് കൊണ്ടാണ് ഇവർ ബസ്സുകാർക്ക് നേരെ പരിശോധന നടത്താത്തത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധമാണ്. ക്രിമിനൽ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോട് കുറ്റ്യാടി പേരാമ്പ്ര റൂട്ടിൽ ബസ് സർവീസ് നടത്താമെന്നാണ് ഈ ആളുകളുടെ വ്യാമോഹമെങ്കിൽ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല. ഒരു കുട്ടിയുടെയും ഒരമ്മയുടെയും കണ്ണുനീർ ഇനി പേരാമ്പ്രയുടെ മണ്ണിൽ ബസ്സുകാർ കാരണം, ബസ് തൊഴിലാളികളായ ക്രിമിനലുകൾ കാരണം വീഴരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ നിലപാട്. അങ്ങനെ സർവീസ് നടത്താൻ ബസ്സുകാരെ RTOയും പേരാമ്പ്രയിലെ പോലീസും അനുവദിച്ചാൽ ആ പോലീസ് സ്റ്റേഷനും RTO ഓഫീസും കൈയടക്കിയുള്ള സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസും KSU നേതൃത്വം കൊടുക്കും. ഇവിടെ ഇപ്പൊ കണ്ടു, പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. പ്രൈവറ്റ് ബസ്സിലാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആർക്കെതിരെയാണ് ശ്രമം? പ്രൈവറ്റ് ബസ്സുകാർക്കെതിരെ. ആ പ്രൈവറ്റ് ബസ് വാടകയ്ക്കെടുത്ത് സർക്കാർ വണ്ടി കട്ടപ്പുറത്താക്കി ഈ പോലീസ് ഈ പണി കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇവർ വ്യക്തമാക്കണം. തീർച്ചയായും അത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം കൂടെ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഈ ബസ് സ്റ്റാൻഡ്, സമീപം തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇവിടെ നിന്നുമുള്ള ഒരു സ്വകാര്യ ബസ്സിലാണ്. അവിടേക്ക് ആ ബസ്സിനകത്തേക്ക് ചില പ്രവർത്തകരെ, പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കയറ്റുകയായിരുന്നു. ഇതോടെ മറ്റു പ്രവർത്തകർ, പുറത്ത് റോഡിലുണ്ടായിരുന്ന പ്രവർത്തകർ ഈ ബസ്സിലേക്ക് കയറി ഈ പോലീസുകാർ പിടിച്ചുവെച്ച പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം കൂടെ പ്രവർത്തകർ, UDYF പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു പോലീസ് ജീപ്പ് കൊണ്ടുവന്ന ഇവിടെ നിന്നും പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എന്നാൽ പോലും ഇപ്പോഴും ഒരു ഭാഗത്ത് UDYFിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. തൊട്ട് സമീപത്തായ DYFിന്റെയും ഒപ്പം തന്നെ SDPIയുടെയും പ്രതിഷേധം കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ വ്യാപകമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ പേരാമ്പ്ര കുറ്റ്യാടി റോഡിൽ നടക്കുന്നത്. നാട്ടുകാർക്കും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ വിഷയത്തിലുണ്ട്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാണ്. ബസ്സുകൾ
വലിയ രീതിയിൽ മത്സരയോട്ടം നടത്തുന്നു. ഇന്നലെ തന്നെ വൈകിട്ട് നടന്നത് ഒരു ബസ് അമിത വേഗതയിൽ വന്നാണ് ബൈക്കിൽ പോയ ഒരു യുവാവിനെ തട്ടിയിട്ട് ഇങ്ങനെ അപകടം സംഭവിച്ചത്. ആ യുവാവിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് പ്രതിഷേധം കടന്നത്. നിരന്തരം ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന വിഷയമാണ് പേരാമ്പ്ര കുറ്റ്യാടി റോഡിലെ ഈ ബസ്സുകളുടെ അമിത വേഗത. പക്ഷേ ഇതിൽ ഇതുവരെയും ഒരു നടപടി ഉണ്ടാകുന്നില്ല. ആളുകൾക്ക് ജീവൻ നഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യുവജന സംഘടനകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഇപ്പോഴും റോഡ് ഉപരോധം തുടരുകയാണ്. ശാശ്വതമായ ഒരു പരിഹാരമില്ലാതെ ഇവർ ഈ പ്രതിഷേധത്തിന് പിന്നിലെ കാരണം അത് ന്യായം തന്നെയാണ്. പക്ഷേ വിവിധ സംഘടനകൾ പ്രതിഷേധിക്കുകയാണ്, ബസ് ഓടാൻ സമ്മതിക്കില്ല എന്ന് തന്നെ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ റൂട്ടിലൂടെയുള്ള യാത്രാ പ്രതിസന്ധി അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടല്ലോ. നന്ദഗോപാൽ, വലിയ പ്രതിഷേധം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബസ് ഓടാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ആ റൂട്ടിലൂടെ യാത്രാ പ്രതിസന്ധിയും ഉണ്ടാകില്ലേ? തീർച്ചയായും ഇവിടെ ഈ പ്രതിഷേധത്തിൽ നിന്നും ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ SDPI ഒന്നും തന്നെ പിന്മാറാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. പല ഭാഗങ്ങളിലായാണ് ഈ പേരാമ്പ്ര ടൗണിൽ ഈ പ്രതിഷേധം നടക്കുന്നത്. രാവിലെ 5 മണിയോടുകൂടി തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു. സ്വകാര്യ ബസ്സുകൾ, അതായത് കോഴിക്കോട് പേരാമ്പ്ര റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ തടയുമെന്നുള്ളതായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനം. പക്ഷേ ഈ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഈ റൂട്ടിൽ സർവീസ് നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. പിന്നാലെ വന്ന UDYF പ്രവർത്തകരാണ് പിന്നീട് ശക്തമായ പ്രതിഷേധം ഇവിടെ തുടരുകയും ചെയ്തത്. ഇവർ റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ ഒരു പ്രതിഷേധം നടത്തുന്നതിനിടയിൽ പോലീസ് ജീപ്പ് വന്നപ്പോൾ UDYF പ്രവർത്തകർ ഈ പോലീസ് ജീപ്പിന് മുകളിൽ റീത്ത് വെക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് പോലീസ് ജീപ്പ് ഇവിടെ നിന്നും വേഗത്തിൽ എടുത്തു പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഈ പ്രവർത്തകർ കടന്നത്. ഇതിൽ ഏറ്റവും ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം പ്രവർത്തകരെ സ്വകാര്യ ബസ്സിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കി. ഇവർ ഇവിടെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ തന്നെയാണ് പ്രതിഷേധം നടത്തുന്നത്. അപ്പോൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചത് സ്വകാര്യ ബസ്സിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് വലിയ രീതിയിൽ പ്രതിഷേധമാക്കിയ ബസ് പുറത്തുള്ള പ്രവർത്തകർ തടഞ്ഞു. ബസ്സിന് മുകളിൽ റീത്ത് വെച്ചു. ഒപ്പം തന്നെ ബസ്സിനകത്തേക്ക് അറസ്റ്റ് ചെയ്ത് കയറ്റിയ പ്രവർത്തകരെ പുറത്തുള്ള പ്രവർത്തകർ ബലമായി പുറത്തേക്ക് എടുത്ത് മാറ്റുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ഒരു വിഭാഗം പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ജീപ്പിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും ഇവിടെ UDFന്റെ പ്രവർത്തകർ പ്രതിഷേധവുമായി തുടരുകയാണ്. ഇവർ പറയുന്ന കാര്യങ്ങളിൽ ശാശ്വതമായ ഒരു പരിഹാരമില്ലെങ്കിൽ ഒരു തരത്തിലും ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്.